റോട്ടറി ഡിസ്ട്രിക്ട് 3211 കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ എന്നിവ ചേർന്ന് അശരണർക്കായി 100 വീടുകൾ നിർമ്മിച്ചു നൽകും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ BPL വിഭാഗത്തിൽപ്പെട്ട ഭവനരഹിതരായ 100 കുടുംബങ്ങൾക്കാണ് ഉഭയകിരൺ 3 പദ്ധതിയിലൂടെ ഭവനം നൽകുന്നത്. റോട്ടറി ഡിസ്ട്രിക്ട് 3211 കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് അശരണർക്കായി ഉദയകിരൺ 3 പദ്ധതി പ്രകാരം 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും റോട്ടറി ഡിസ്ട്രിക്ട് 3211 പാറശാല മുതൽ അരൂർ വരെ നീണ്ടുകിടക്കുന്ന 165 ക്ലബ്ബുകളും ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണ്. സ്വന്തമായിട്ട് 3 സെൻറ്റിനും 5 സെൻറ്റിനും ഇടയ്ക്ക് സ്ഥലമുള്ള ആളുകൾക്ക് ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ്റെ 3 ലക്ഷവും ബാക്കി ഉദ്ദേശം 4 ലക്ഷം വരെ റോട്ടറി ക്ലബ്ബും ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണ്. ഇത് അനന്തരാവകാശികൾ വേണം. കാരണം ഒറ്റയ്ക്കാണെങ്കിൽ വീട് അവരുടെ മരണശേഷം ആരുമില്ല. അതുകൊണ്ട് അനന്തരാവകാശികളുള്ളവർക്ക് വേണം കൊടുക്കാൻ. സ്ഥലമില്ലാത്തവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ പറ്റില്ല. വികലാംഗർ, വിധവ, 65 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് പരിഗണന നൽകുന്നതാണ്. ഇതിൻ്റെ കാലാവധി 2026 ജൂൺ 1 മുതൽ 2027 ജൂൺ 30 വരെയാണ്. അതായത് ഇപ്പം ഡിസ്ട്രിക്ട് ഗവർണർ കൃഷ്ണൻജി നായരാണ്. അദ്ദേഹം ജൂൺ 30, 2027 അധികാരം കൈമാറുന്നതോടൊപ്പം തന്നെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ടുള്ള 100ാമത്തെ വീടിൻ്റെ പണി പൂർത്തിയാക്കി താക്കോൽദാനം നിർവഹിക്കണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഒന്നുകിൽ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ 100 വീടുകൾക്കാണ് സാമ്പത്തിക സഹായം തരുന്നത്. അതുകൊണ്ട് ആദ്യം വരുന്ന 100 അപേക്ഷയ്ക്ക് ശേഷം പിന്നെ അപേക്ഷ സ്വീകരിക്കില്ല. അഥവാ ഞങ്ങൾക്ക് 100 അപേക്ഷ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജൂൺ 2026 ഡിസംബർ 31 വരെ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. കാരണം പിന്നെ 6 മാസം കൊണ്ട് വേണം പണി പൂർത്തിയാക്കാൻ. ഒന്നുകിൽ ആദ്യത്തെ 100 അപേക്ഷ, അല്ലെങ്കിൽ ഡിസംബർ 31. ഈ കാലാവധി തീർന്ന് ജൂലൈ 30 വീട് പണി പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ തരുന്ന 4 ലക്ഷം രൂപ 4 ഗഡുക്കളായിട്ടാണ് തരുന്നത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ BPL വിഭാഗത്തിൽപ്പെട്ട ഭവനരഹിതരായ 100 കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലൂടെ ഭവനം നൽകുന്നത്. കൂടാതെ മാരകരോഗമുള്ളവർ, വിധവകൾ, വികലാംഗർ, 65 വയസ്സിന് താഴെയുള്ളവർ എന്നിവർക്ക് മുൻഗണന നൽകും. ഒറ്റയ്ക്ക് താമസിക്കുന്നവരെയും സ്വന്തം പേരിൽ ഭൂമിയില്ലാത്തവരെയും പരിഗണിക്കില്ല. പരമാവധി സ്വന്തം പേരിൽ 3 സെന്റ് മുതൽ 5 സെന്റ് വരെ ഭൂമിയുള്ളവരെ മാത്രമേ പദ്ധതിയിൽ പരിഗണിക്കുകയുള്ളൂവെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ കൃഷ്ണൻ ജി നായർ, മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോൺ സി നിറോത്ത്, ഡിസ്ട്രിക്ട് പ്രൊജക്ട് ചെയർമാൻ കേണൽ KG പിള്ള, ആലപ്പുഴ റവന്യൂ ഡിസ്ട്രിക്ട് ഡയറക്ടർ സുനിൽകുമാർ PH, റവന്യൂ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആന്റണി ഫെർണാണ്ടസ്, പ്രൊജക്ട് കേഡർ അംഗങ്ങളായ അനിൽകുമാർ ശിവദാസ്, ടോബി ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.